Hello friends, welcome back to TechMaster YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് Wondershare Filmora 9 വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുന്നത്. അവിടെ ന്യൂ പ്രൊജക്റ്റ് അതുപോലെ ഓപ്പൺ പ്രൊജക്റ്റ് എന്ന് കാണാം. അവിടെ ന്യൂ പ്രൊജക്റ്റ് എന്നിട്ട് പിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഫസ്റ്റ് ഇത് കിടക്കുന്നത്. അവിടെ ഇമ്പോർട്ട് മീഡിയ ഫയൽ എന്ന് കാണാം. ഇവിടെ സാമ്പിൾ കളേഴ്സ് അതുപോലെ സാമ്പിൾ വോളിയം എന്ന് കാണാം. മൈ ആൽബം അതുപോലെ കുറച്ച് ഓപ്ഷൻ കാണാം. അതിന് സൈഡിലായിട്ട് തന്നെ ഇമ്പോർട്ട് അതുപോലെ റെക്കോർഡ് എന്ന് കാണാം. അവിടെ ഇമ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത വീഡിയോസ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ റെക്കോർഡ് ഇതിൽ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഫോട്ടോസ് ഇമ്പോർട്ട് ചെയ്യാണ്. 2-3 ഫോട്ടോസ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഈ ഫോട്ടോസ് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യണം. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ പ്ലസ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഈ ട്രാക്കിലേക്ക് ആഡ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ സിംഗിൾ വീഡിയോ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു വീഡിയോക്ക് പറ്റിയ ഓഡിയോ ഇതിലൂടെ കൊടുക്കാം. ഓഡിയോ കൊടുക്കുന്നതിനായിട്ട് ടോപ്പിൽ നമ്മൾ മീഡിയ പോലെ തന്നെ വീഡിയോയുടെ അടുത്ത് തന്നെ ഓഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടെംപ്ലേറ്റ്സ് കാണാം, ഓഡിയോ ടെംപ്ലേറ്റ്സ്. അതുപോലെ ഏത് കാറ്റഗറി ആണോ വേണ്ടത് അതൊക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം സിമ്പിളായിട്ടുള്ളൊരു ഓഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഓഡിയോസ് ഉണ്ട്. കുറഞ്ഞ MB തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് കാണാം. സോ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ഓഡിയോ ടെംപ്ലേറ്റ് ഇവിടെ ആഡ് ചെയ്യാണ്. ശേഷം നമ്മളൊക്കെ ആ ഒരു ബാർ കൊണ്ടുവന്ന് നമ്മുടെ വീഡിയോയുടെ അവസാനം കൊണ്ട് വെച്ചതിന് ശേഷം ഈ മ്യൂസിക്കിൻ്റെത് സെറ്റ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യുന്നതാണ്. സോ അവിടെ വെച്ച് നമുക്ക് Ctrl+B അടിച്ചു കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആവും. ശേഷം നമുക്ക് ആ ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആവുന്നതാണ്. ശേഷം ഇവിടെ നമുക്ക് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോക്ക് ഇപ്പോൾ ഓഡിയോ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിന് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. ടൈറ്റിൽ കൊടുക്കാൻ അവിടെ തന്നെ ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ കാണാം ടോപ്പിൽ. ശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം, കസ്റ്റം ടൈറ്റിൽ അതുപോലെ കുറേ ഓപ്ഷൻസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ടൈറ്റിലാണ് കൊടുക്കേണ്ടത് ആ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ എവിടെയാണ് ടൈറ്റിൽ വരേണ്ടത് എന്നൊക്കെ ടൈറ്റിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടൈറ്റിൽ ഇവിടെ കൊടുക്കുന്നില്ല. ഇതിൽ സൈസൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
സോ അടുത്തത് നമുക്ക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ്. അത് നോക്കാം. ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. അത് ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇത് ഓരോരോ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ, രണ്ട് ഫോട്ടോയുടെ ഇടയിലുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ സ്റ്റൈലാണ് ട്രാൻസിഷൻ. അത് നമുക്കിവിടെ ആഡ് ചെയ്യാം. കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫോട്ടോയുടെ ഇടയിലുള്ള ഒരു മൂവ്മെൻ്റ് ഇവിടെ കാണാം. സോ ഇവിടെ ട്രാൻസിഷൻ നമുക്ക് നമ്മൾ ട്രാൻസിഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ശേഷം എഫക്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. വീഡിയോൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. വേണ്ട സ്റ്റൈൽ എഫക്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എഫക്റ്റ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കുറേ എഫക്ട്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ സോഫ്റ്റ്വെയറിൽ ലഭിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എഫക്ട്സ് നമുക്ക് വീഡിയോയുടെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ അതേ എഫക്റ്റിൽ ഒരു മോഷനിൽ പോകുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷം എലിമെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിനായിട്ടുള്ള ട്രാക്കാണ് ഇവിടെ. ഈ വീഡിയോ മുകളിലൊരു ട്രാക്ക് കാണാം. അത് എലിമെന്റിനുള്ള ട്രാക്കാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഒരു എലിമെന്റ് കൊണ്ടുവച്ചു. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാം ആ ഒരു എലിമെന്റ്. ഒരു ഹെഡിലൊരു പിക്ചർ ഇവിടെ ഗിഫ് പോലത്തെ ഒരു പിക്ചർ അവിടെ കാണാം. അതൊരു എലിമെന്റ് ആഡ് ചെയ്താണ്. ശേഷം നമുക്ക് ഇതിൽ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കാം. അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മൈക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ആ മൈക്കിൻ്റെ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുന്നേ നമുക്ക് ഈ ഒരു ട്രാക്ക് ഫസ്റ്റ് തന്നെ എവിടെയാണോ വോയിസ് കൊടുക്കേണ്ടത് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യാം. അതിന് ആ മൈക്കിൽ ഒന്ന് പ്രസ് ചെയ്യാം. 3, 2, 1 എന്ന് കൗണ്ട് ചെയ്തതിന് ശേഷം അത് സ്റ്റാർട്ടാവുന്നതാണ്. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ തന്നെ പ്രസ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വോയിസ് ഇവിടെ ഒരു ട്രാക്കിലായിട്ട് ഇവിടെ കാണാം. സോ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കാണാം. ഓഡിയോ മിക്സ് ചെയ്യേണ്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ഓഡിയോ മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കാണാം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിമ്പിൾ കാണാം. അതിൽ നമുക്ക് ഫാസ്റ്റ്, നോർമൽ, സ്ലോ എന്നൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കും ഓഡിയോയ്ക്കും ഒക്കെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്നൊരു ഓപ്ഷനാണ്. ഇതിപ്പോൾ ഞാൻ ഓഡിയോ ആണ് സ്പീഡ് കുറച്ചതാണ് എനിക്ക് വീഡിയോ നോർമലായിട്ട് കാണുന്നത്. സോ ഇത് നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിലായിട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ടോപ്പിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം.
അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ അടിക്കാം. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുത്തതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. അത്ര നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ സെറ്റ് ചെയ്യാം. കസ്റ്റം അതുപോലെ 4000 സംതിങ് വരെ ഉണ്ട് റെസൊല്യൂഷൻ. അപ്പോൾ ഞാൻ ഇവിടെ 1080 റെസൊല്യൂഷനാണ് കൊടുക്കുന്നത്. 1920 × 1080 റെസൊല്യൂഷനിൽ ഡിഫാൾട്ടായിട്ട് ഉള്ളതാണ്. എക്സ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ സൈസ് കാണാം നമുക്ക് 14.7 MB. ഇത് നമുക്ക് അവിടെ കമ്പ്യൂട്ടറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ആവുന്നതാണ്. ഫൈൻഡ് ടാർഗറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണോ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് സേവ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് സേവ് ചെയ്യാം. ഈ ഒരു വീഡിയോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.